ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ ചൂരിദാറിൽ നിന്ന് അളവെടുത്ത് ചൂരിദാർ കട്ട് ചെയ്യുന്ന ഒരു വീഡിയോ ആണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അതിനു മുന്നേ ആദ്യമായിട്ടാണ് നിങ്ങൾ നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പം നമ്മുടെ അളവ് ചൂരിദാറാണിത്. നമുക്ക് ഇതിൽ നിന്ന് നമ്മൾ അളവെടുക്കുകയാണ്. നമ്മൾ ചൂരിദാറിൻ്റെ അളവെടുക്കുമ്പോൾ ആദ്യം നമ്മൾ അളവെടുക്കുന്നത് ചൂരിദാറിൻ്റെ ലെങ്ത്താണ്. അപ്പം നമ്മുടെ ഇവിടെ ഷോൾഡർ ഭാഗത്ത് ഇവിടെ കണ്ടു നമ്മുടെ ഫ്രണ്ട് പീസും ബാക്ക് പീസും അറ്റാച്ച് ചെയ്തിട്ടുള്ള ആ ഒരു ജോയിൻ്റ് ഭാഗം കറക്റ്റ് ഇവിടെ ഇതുപോലെ പിടിച്ചുകൊണ്ട് നമുക്ക് നേരെ ഇതുപോലെ താഴേക്ക് കണ്ടോ, ഇതുപോലെ നേരെ ടേപ്പിന് ഇതുപോലെ പിടിക്കുക. ഈ ഒരു ചൂരിദാറിൻ്റെ ലെങ്ത്ത് വരുന്നത് 42.5 ഇഞ്ചാണ് കണ്ടോ. 42.5 ഇഞ്ചാണ് നമ്മുടെ ഈ ഒരു ചൂരിദാറിൻ്റെ ലെങ്ത്ത് നമുക്ക് കിട്ടുന്നത്. ഇനി നമ്മൾ ചൂരിദാറിൻ്റെ ചെസ്റ്റ് അളവ് ഭാഗത്തുള്ള നമ്മുടെ തോൾ ഭാഗത്തുള്ള അളവാണ് നമ്മൾ എടുക്കുന്നത്. നമ്മൾ ഇതുപോലെ കറക്റ്റ് ഇതുപോലെ നല്ലവണ്ണം നിവർത്തി കറക്റ്റ് ഇതുപോലെ വെക്കുന്നു. എന്നിട്ട് നമ്മൾ ഇവിടെ നിന്ന് ഈ ഒരു തോളിൻ്റെ ഈ ഒരു ജോയിൻറ്റിൽ നിന്ന് രണ്ടാമത്തെ തോളിൻ്റെ ജോയിൻറ്റിലേക്ക് നമ്മൾ അളവെടുക്കുന്നു കണ്ടോ. നമുക്കിത് 20.5 ഇഞ്ചാണ് കിട്ടിയിരിക്കുന്നത്. 20.5 ഇഞ്ച്. അപ്പോൾ നമുക്ക് ടോട്ടൽ ഇതിന് 20.5ക്ക് നേരെ 41 ഇഞ്ച് ഉണ്ടാവും. നേരെ ഇരട്ടി 41 ഇഞ്ചാണ് നമുക്കിത് റൗണ്ടിലുണ്ടാവുക കേട്ടോ. ബാക്ക് വശം കൂടി വരുമ്പോൾ 41 ഇഞ്ചാണ് ഉണ്ടാവുക. അപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് നമുക്ക് 4 ഇഞ്ച് കുറക്കാം. അപ്പോൾ നമുക്ക് 37 ഇഞ്ച് കിട്ടും. ഈ 37 ഇഞ്ചായിരിക്കും ഈ ഒരു ചൂരിദാറിൻ്റെ ആളുടെ ബോഡിയിൽ നിന്ന് അളവെടുത്താൽ നമുക്ക് ചെസ്റ്റ് അളവായിട്ട് കിട്ടുക. 37 ഇഞ്ചായിരിക്കും. ഇതിൻ്റെ കൂടെ 4 ഇഞ്ച് കൂട്ടിയിട്ടാണ് നമ്മുടെ ചെസ്റ്റ് അളവ് നമ്മളെപ്പോഴും മാർക്ക് ചെയ്യാറ്. അപ്പോൾ നമ്മൾ ഈ ഒരാളുടെ ബോഡി നിന്നാണ് അളവെടുക്കുന്നതെങ്കിൽ നമുക്ക് 37 ഇഞ്ചായിരിക്കും ചെസ്റ്റ് അളവ്. ഇനി നമ്മൾ ഇതുപോലെ നമ്മുടെ ഇടുപ്പ് ഭാഗത്തുള്ള നമ്മുടെ ലൂസൊക്കെ മാർക്ക് ചെയ്യാൻ വേണ്ടി ഇവിടെ നമ്മളൊരു 14 ഇഞ്ചിൽ നമ്മളൊരു മാർക്കിംഗ് കൊടുക്കുന്നുണ്ട്. ആ ഒരളവ് കണ്ടോ ഇവിടെ നമുക്ക് ഇതുപോലെ എടുക്കാം. നമുക്കിത് 19.5 ഇഞ്ചാണ് കിട്ടിയിരിക്കുന്നത് കണ്ടോ. ഇതുപോലെ 19.5 ഇഞ്ചാണ് നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത് കണ്ടോ. 19.5 ഇഞ്ച്. ഇനി നമുക്ക് ഈ ഒരു സെറ്റ് ഭാഗത്ത് ഓപ്പൺ വരുന്ന ഭാഗത്ത് ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുത്തുകൊണ്ട് മുകളിൽ നിന്ന് നമുക്കിതുപോലെ നേരെ കുത്തനെ ടേപ്പിനെ പിടിച്ചാൽ നമുക്ക് എവിടെയാണോ നമ്മുടെ സ്ലിറ്റിന് വേണ്ടി നമ്മുടെ ഓപ്പണിന് വേണ്ടി മാർക്ക് ചെയ്യേണ്ടത് അത് നമുക്ക് കറക്റ്റ് കിട്ടും. നമുക്ക് 21.5 ഇഞ്ചാണ് കിട്ടിയത്. എന്നിട്ട് ആ ഒരു ഓപ്പൺ ഭാഗം കണ്ടോ നമ്മുടെ ഈ ഒരു സൈഡിൽ നിന്ന് രണ്ടാമത്തെ സൈഡിലേക്ക് കറക്റ്റ് ടേപ്പിനെ പിടിക്കുന്നു. നമുക്ക് 21 ഇഞ്ചാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഇനി നമ്മുടെ ബോട്ടം ഭാഗത്ത് വരുന്ന ലൂസ് 23 ഇഞ്ചാണ് കണ്ടോ. 23 ഇഞ്ചാണ് നമുക്ക് ഈ ഒരു ബോട്ടം ഭാഗത്ത് വരുന്നത്. ഇനി നമ്മുടെ കൈയുടെ താവാണ് എടുക്കുന്നത്. ഇവിടെ നമ്മുടെ ഈ ഒരു ഷോൾഡർ ഭാഗത്ത് നിന്ന് കറക്റ്റ് ഈ ഒരു ജോയിൻ്റ് ചെയ്തിട്ടുള്ള ഈ ഒരു ഭാഗത്ത് നിന്ന് ഇവിടെ ലെങ്ത്ത് 15 ഇഞ്ചാണ് നമ്മുടെ സ്ലീവ് ലെങ്ത്ത് വരുന്നത്. 15 ഇഞ്ചാണ്. ഇനി സ്ലീവിൻ്റെ അടിഭാഗത്തുള്ള ലൂസ് നമുക്ക് 5.25 ഇഞ്ച് കണ്ടോ. അപ്പോൾ നമുക്ക് റൗണ്ടിൽ 10.5 ഇഞ്ചാണ് സ്ലീവിൻ്റെ റൗണ്ട് കൈയുടെ താവിലുള്ള അളവ് വരുന്നത്. ഇനി നമുക്ക് കഴുത്തിൻ്റെ വൈഡും അതുപോലെ തന്നെ നെക്ക് ഇറക്കമൊക്കെ നോക്കാം. ഇതുപോലെ ഇങ്ങനെ ടേപ്പിനെ കറക്റ്റ് ഇതുപോലെ നമ്മുടെ ചൂരിദാറിന് ഇതുപോലെ കറക്റ്റ് ഇതുപോലെ വെക്കുന്നു. ഇനി നമുക്കിതുപോലെ ഇവിടെ നിന്ന് കഴുത്തിൻ്റെ വൈഡ് നമുക്ക് അളന്നെടുക്കാം. നമുക്ക് ഈ ഒരു ടോപ്പിൻ്റെ വൈഡ് വരുന്നത് 7 ഇഞ്ചാണ്. അതുപോലെ തന്നെ നമുക്ക് ഇവിടെ നിന്ന് ഷോൾഡർ ചെക്ക് ചെയ്ത് നോക്കാവുന്ന. എന്നാൽ നമ്മൾ ഷോൾഡർ ചെക്ക് ചെയ്യാറില്ല. നമ്മൾ ചെസ്റ്റ് അളവിനനുസരിച്ചാണ് ബാക്കി ഭാഗം നമ്മൾ കട്ട് ചെയ്തെടുക്കാറ്. നിങ്ങൾക്ക് ഇതിൻ്റെ ഷോൾഡർ ഒന്ന് ചെക്ക് ചെയ്യാവുന്നതാണ്. ഇവിടെ രണ്ട് ഭാഗത്തും ഈ ഒരു സ്ലീവിൻ്റെ ഭാഗത്തേക്ക് ഒരു 1/2 ഇഞ്ച് കൂടി എക്സ്ട്രാ മാർക്ക് ചെയ്ത് കൊടുത്തുകൊണ്ട് അവിടെ നിന്ന് നമുക്ക് ഇതുപോലെ ഷോൾഡറിന് വേണമെങ്കിൽ നമുക്ക് ചെക്ക് ചെയ്യാവുന്നതാണ്. എന്നാൽ നമ്മൾ ചെസ്റ്റ് അളവിനനുസരിച്ചാണ് നമ്മൾ ഷോൾഡറൊക്കെ വെക്കാറ്. ഇനി നമ്മൾ ഇതുപോലെ തന്നെ നമ്മുടെ ഫ്രണ്ട് നെക്കിൻ്റെ ഇറക്കം നമ്മൾ ഇതുപോലെ ടേപ്പിന് കറക്റ്റ് ഇതുപോലെ സ്കെയിലിന് വെക്കുന്നു. എന്നിട്ട് നമ്മുടെ ഫ്രണ്ട് നെക്കിൻ്റെ ഇറക്കം നമുക്ക് 6 ഇഞ്ചാണ്. അതുപോലെ തന്നെ നമ്മുടെ ബാക്ക് നെക്കിൻ്റെ ഇറക്കവും നമുക്ക് വരുന്നത് 4 ഇഞ്ചാണ് കണ്ടോ. 4 ഇഞ്ചാണ് നമുക്ക് ബാക്ക് നെക്കിൻ്റെ ഇറക്കവും വരുന്നത്. അപ്പോൾ നമ്മുടെ ഈ ഒരു ചൂരിദാറിൻ്റെ നമ്മൾ അളവ് എടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി അപ്പോൾ ഇതുപോലെയാണ് നമ്മൾ ചൂരിദാറിൽ നിന്ന് ഒരളവിന് വേണ്ടി നമുക്ക് ചൂരിദാർ കിട്ടിയാൽ നമ്മൾ അളവെടുക്കുന്നത് ഇതുപോലെയാണ്. നമുക്കിനി കട്ടിങ്ങിലേക്ക് പോകാം. നമ്മൾ ഈ ഒരു തുണിയാണ് നമ്മുടെ ചൂരിദാറിൻ്റെ കട്ടിങ്ങിന് വേണ്ടി നമ്മൾ എടുക്കുന്നത്. നമ്മൾ ഇതിൻ്റെ ഡിസൈൻ അനുസരിച്ച് നമുക്ക് കറക്റ്റ് മാർക്കിംഗ് ഒക്കെ കൊടുക്കണം. നമ്മൾ മുകളിലോട്ട് വരുന്ന ഡിസൈനൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ അതിനെ കറക്റ്റ് ഒന്ന് ശ്രദ്ധിച്ചതിന് ശേഷം മാത്രം നമ്മൾ ഇതുപോലെ നിവർത്തി വെക്കുക. എന്നിട്ട് നമുക്ക് ആവശ്യമുള്ള വീതിയിൽ നമ്മൾ ഇതുപോലെ മടക്കിയെടുക്കുന്നു കണ്ടോ. നമ്മളിതുപോലെ നമുക്ക് ഈ ഒരു ടോപ്പിൻ്റെ ഡിസൈന് മുകളിലേക്ക് വരുന്ന രീതിയിലാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഫ്രണ്ട് പീസും ബാക്ക് പീസും നമുക്ക് കൂടെ കട്ട് ചെയ്യാൻ പറ്റില്ല. ഓരോ ഭാഗങ്ങളായിട്ട് തന്നെ കട്ട് ചെയ്യണം. ഇനി നമ്മളിവിടെ താവിൽ നേരെ ഒരു ലൈൻ കൊടുക്കുന്നു. അതിനുശേഷം നമ്മളിവിടെ 1 ഇഞ്ച് മാർക്ക് ചെയ്യുന്നു. നമ്മുടെ
താവ് മടക്കി തയ്ക്കുവാനുള്ള തുന്നത്തുണിക്ക് വേണ്ടി നമ്മൾ ഇതുപോലെ നേരെ ഇതുപോലെ മാർക്ക് ചെയ്ത് ലൈൻ കൊടുക്കുന്നു. ഇനി നമ്മുടെ ലെങ്ത്ത് വരുന്നത് 42.5 ഇഞ്ചായിരുന്നു. അപ്പം നമ്മൾ 42 കൂടെ അരയിഞ്ച് കൂട്ടി 43 മാർക്ക് ചെയ്യുന്നത്. ഈ ഒരു രണ്ടാമതായി വരഞ്ഞിട്ട് 1 ഇഞ്ച് മുകളിൽ കയറ്റി വരഞ്ഞിട്ടുള്ള ഈ ഒരു മാർക്കിൽ നിന്നാണ് നമ്മൾ ആ ഒരളവ് വെക്കുന്നത്. 42.5ക്ക് 43 കണ്ടോ, ഇവിടെ നിന്ന് 43 ഇഞ്ച്. ഈ ഒരു അരയിഞ്ച് നമ്മുടെ ഷോൾഡർ ഭാഗത്ത് വരുന്ന തുന്നത്തുണിക്ക് വേണ്ടിയാണ് ഈ ഒരു അരയിഞ്ച് വെച്ചിരിക്കുന്നത്. ഇനി നമ്മൾ ഇവിടെ നിന്ന് നമ്മൾ നേരെ ഇതുപോലെ വരയുന്നു. കണ്ടോ, ഇതുപോലെ ഇങ്ങനെ വരയുന്നു. ഇനി നമ്മൾ ഇതിൻ്റെ ഷോൾഡർ വെക്കുന്നത് നമുക്ക് 37 ഇഞ്ച് ചെസ്റ്റ് അളവ് വരുന്ന അളവിലാണ് നമ്മളിത് കട്ട് ചെയ്യുന്നത്. ഷോൾഡർ നമ്മൾ 6.25 കൊടുക്കുന്നത്. ഇതുപോലെ നേരെ 6.25 കൊടുക്കുന്നു. ഇനി നമ്മൾ ഇവിടെ എത്രയാണോ നമ്മൾ ഷോൾഡർ കൊടുത്തിരിക്കുന്നത് അതേ അളവ് തന്നെ നമ്മുടെ ആം ഹോളിൻ്റെ കൈക്കുഴിയുടെ ഇറക്കത്തിന് വേണ്ടി നമ്മൾ അതേ അളവ് തന്നെ കൊടുക്കുന്നു, 6.25 ഇഞ്ച്. എന്നിട്ട് നമ്മൾ ഇതുപോലെ വരയുന്നു. കേട്ടോ, ഇതുപോലെ. ഇനി നമ്മൾ നേരത്തെ മാർക്ക് ചെയ്തിട്ടുള്ള നമുക്ക് ഇടുപ്പളവിൻ്റെ ഭാഗത്ത് മാർക്ക് ചെയ്യാൻ വേണ്ടി നമ്മൾ 14 ഇഞ്ചിന് മാർക്ക് കൊടുക്കുന്നു. അതുപോലെ തന്നെ ഓപ്പണിന് വേണ്ടി നമ്മൾ 21.5 ഇഞ്ചാണ് നമ്മൾ ഇറക്കം മാർക്ക് അളവെടുത്തിരുന്നത്. അവിടെ നമ്മളൊരു കറക്റ്റ് മാർക്ക് ചെയ്തുകൊണ്ട് ഇതുപോലെ വരയുന്നു. കണ്ടോ, ഇനി നമുക്ക് ചെസ്റ്റ് അളവാണ് നമുക്ക് മാർക്ക് ചെയ്യേണ്ടത്. നമുക്ക് 20.5 ഇഞ്ചാണ് നമുക്ക് കിട്ടിയിരുന്നത്. അപ്പോൾ നമുക്കത് 10.25 ഇഞ്ച്. കണ്ടോ, 10.25 ഇവിടെ മാർക്ക് ചെയ്യുന്നത്. അത് നമ്മൾ 37 വെച്ചിട്ട് ബോഡി അളവ് വെച്ചാൽ നമുക്ക് അങ്ങനെ കിട്ടും. 37ൻ്റെ കൂടെ 4 ഇഞ്ച് കൂട്ടുക, 41. 41ൻ്റെ 4-1 10.25 പ്ലസ് 1.25 തുന്നത്തുണി. ഇതുപോലെ കൊടുത്താലും കൃത്യമായി കിട്ടും. ഇനി ഇവിടെ നമുക്ക് 19.5 ഇഞ്ചാണ്. അപ്പോൾ അതിൻ്റെ നേർപകുതി 9.25. കണ്ടോ, 9.25 ഒരു മാർക്ക് കൊടുക്കുന്നു. ഒരു 1.25 ഇഞ്ച് തുന്നത്തുണി കൂടിയും മാർക്ക് ചെയ്യുന്നു. ഇനി നമ്മുടെ സ്ലിറ്റ് ഭാഗത്ത് വരുന്ന ഓപ്പൺ ഭാഗത്ത് വരുന്ന അളവ് 21 ഇഞ്ചാണ്. അപ്പോൾ നേർപകുതി 10.5 ഇഞ്ചിലൊരു മാർക്ക് കൊടുക്കുന്നു. 1 ഇഞ്ചാണ് ഇവിടെ തുന്നത്തുണി കൊടുക്കുന്നത്. അതുപോലെ തന്നെ ഇവിടെ നമുക്ക് ബോട്ടം ഭാഗത്ത് 23 ഇഞ്ചാണ്. 11.5 മാർക്ക് ചെയ്യുന്നു. നേർപകുതി 11.5 മാർക്ക് ചെയ്യുന്നു. 1 ഇഞ്ച് തുന്നത്തുണി മാർക്ക് ചെയ്യുന്നു. ഈ ഒരു ബോട്ടം ഭാഗത്തും ഓപ്പൺ തുടങ്ങുന്നുണ്ടോ, ഈ ഒരു ഭാഗത്ത് നമ്മൾ 1 ഇഞ്ചാണ് തുന്നത്തുണി കൊടുത്തത്. മുകളിൽ നമ്മൾ 1.25 ഇഞ്ചാണ് തുന്നത്തുണി കൊടുത്തത്. ഇനി നമ്മൾ ഇവിടെ നിന്ന് കണ്ടോ ഇതുപോലെ അല്പം ഷേപ്പ് ചെയ്തുകൊണ്ട് ഇതുപോലെ വരയുന്നു. കണ്ടോ, ഇതുപോലെ. എന്നിട്ട് നമ്മൾ ഈ ഒരു മാർക്കിലേക്ക് കണ്ടോ ഇതുപോലെ വരഞ്ഞെടുക്കും. ഇനി നമ്മൾ ഇവിടെ കണ്ടോ ആ ഒരു കോണ രൂപത്തിൽ വരാതെ ഇവിടെ നമ്മൾ അല്പം ഒന്ന് റൗണ്ട് ചെയ്തുകൊണ്ട് കണ്ടോ ഇതുപോലെ ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കുന്നു. ഇനി നമ്മൾ ഇവിടെ ഈ ഒരു ഭാഗത്തും ഇതുപോലെ തന്നെ മാർക്കിംഗ് ചെയ്യുന്നു. കണ്ടോ, ഇതുപോലെ മാർക്ക് ചെയ്യുന്നു. ഇനി നമ്മുടെ റഗാളിൻ്റെ ഷേപ്പ് ചെയ്യാൻ വേണ്ടി ഇതുപോലെ ഇവിടെ നമ്മൾ ഇതുപോലെ കൊടുക്കുന്നു. എന്നിട്ട് നമ്മൾ ഇവിടെ നമ്മൾ കൊടുക്കുന്നത് ഒരു 1.5 ഇഞ്ചിലാണ് ഇവിടെ നമ്മൾ ഇതുപോലെ മാർക്കിംഗ് ചെയ്യുന്നത്. ഇനി നമ്മൾ ഈ ഒരു ആം ഹോളിൻ്റെ ഇറക്കം നമുക്ക് 6.25 കൊടുത്തിരുന്നത്. അപ്പോൾ അതിൻ്റെ നേർപകുതിയിൽ നമ്മൾ ഇതുപോലെ കേട്ടോ 3.25 പോയിന്റിൽ നമ്മൾ ഇവിടെ നേരെ ഒരു മാർക്ക് ചെയ്ത് ആ ഒരു മാർക്കിൽ നിന്ന് ഇതുപോലെ ഷേപ്പ് ചെയ്ത് തുടങ്ങുന്നു. കേട്ടോ, ഇതുപോലെ ഷേപ്പ് ചെയ്യുന്നു. ഇനി നമ്മൾ ഇവിടെ നിന്ന് ഒരു 1/4 ഇഞ്ച് ഇറക്കിക്കൊണ്ട് മാർക്ക് ചെയ്ത് ഇതുപോലെ വരയുന്നു. കണ്ടോ, ഇതുപോലെ വരയുന്നു. അപ്പോൾ നമ്മുടെ ഇനി നമുക്ക് ഇവിടെ നമുക്ക് ആം ഹോൾ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. കണ്ടോ, നമ്മുടെ ആം ഹോൾ ഇതുപോലെ കറക്റ്റ് ചെക്ക് ചെയ്താൽ നമുക്ക് കണ്ടോ കറക്റ്റായിട്ട് കിട്ടുന്നു. ഇവിടെ നമ്മുടെ ഈ ഒരു ആം ഹോളിൻ്റെ അളവൊന്നും നമ്മൾ എടുത്തിട്ടില്ല. നമ്മുടെ ചെസ്റ്റ് അളവ് അനുസരിച്ചാണ് നമ്മൾ കട്ട് ചെയ്തിരുന്നത്. എന്നാൽ നമുക്കിത് കണ്ടോ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റ് ആം ഹോള് നമുക്ക് കിട്ടും. നിങ്ങൾക്ക് അങ്ങനെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. എന്നിട്ട് നമ്മൾ ഇത് കട്ട് ചെയ്തെടുക്കുന്നു. നമ്മൾ ഇവിടെ ഒരു 1/2 ഇഞ്ച് ഇവിടെ മുകളിലേക്ക് മാർക്ക് ചെയ്ത് സൈഡ് ഭാഗത്ത് നിന്ന് ഒരു 1/2 ഇഞ്ച് മുകളിലേക്ക് മാർക്ക് ചെയ്ത് നമുക്ക് ഷേപ്പ് ചെയ്ത് കണ്ടോ ഇതുപോലെ ഒന്ന് അല്പം ഷേപ്പ് ചെയ്ത് കട്ട് ചെയ്യാവുന്നതാണ്. കണ്ടോ, ഇതുപോലെ കട്ട് ചെയ്തു. ഇനി നമ്മൾ ഈ ഒരു ഭാഗവും നിങ്ങൾക്ക് വീഡിയോ ഉപകാരപ്രദമാകുന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. കണ്ടോ, ഇതുപോലെ അപ്പോൾ നമ്മുടെ ഈ ഒരു ഫ്രണ്ട് ഭാഗം കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇവിടെയും അതുപോലെ തന്നെ ഇവിടെയും നമ്മളൊരു മാർക്കിംഗ് കൊടുക്കുന്നു. ഇനി നമുക്ക് ബാക്ക് പീസാണ് കട്ട് ചെയ്യേണ്ടത്. ഇനി നമ്മൾ ബാക്ക് പീസ് കട്ട് ചെയ്യാൻ വേണ്ടി ഇതുപോലെ ആ ഒരു ബാക്കി വരുന്ന ഭാഗത്തെ ഇതുപോലെ മടക്കിയെടുക്കുന്നു. ഇതുപോലെ കറക്റ്റ് മടക്കി കൊടുക്കുന്നു. എന്നിട്ട് നമ്മൾ കറക്റ്റ് ചെയ്തുകൊണ്ട് നമ്മുടെ സൈഡ് ഭാഗം ഈ ഒരു മടക്ക് വന്നിട്ടുള്ള ഭാഗത്തൊക്കെ കറക്റ്റ് ചെയ്ത് വെച്ചുകൊണ്ട് ഇതുപോലെ വെക്കുന്നു. കറക്റ്റ് ഇതുപോലെ വെക്കുന്നു. എന്നിട്ട് നമ്മൾ
അതേ രീതിയിൽ തന്നെ നമ്മൾ ഈ ഒരു പീസ് കട്ട് ചെയ്തെടുക്കുന്നു. കണ്ടോ, നമ്മുടെ ഈ ഒരു ഡിസൈന് ഉള്ള വ്യത്യസ്തമാണ് നമ്മുടെ ഈ ഒരു കട്ടിങ്. രണ്ട് ഫ്രണ്ട് പീസും ബാക്ക് പീസും കൂടെ കട്ട് ചെയ്യാൻ പറ്റാത്തത് മുകളിലേക്ക് വരുന്ന ഒരു ഡിസൈനാണിത്. അപ്പം നമ്മൾ ബാക്ക് പീസും ഫ്രണ്ട് പീസും കൂടെ കട്ട് ചെയ്താൽ ബാക്ക് ഭാഗത്ത് നിന്ന് ഡിസൈന് താഴെ ഭാഗത്തേക്ക് വരുന്ന രീതിയിലാകും. അതുകൊണ്ടാണ് ഇതുപോലെ വേറെ വേറെയായി കട്ട് ചെയ്തെടുക്കുന്നത്. ഇനി നമ്മൾ ഇവിടെ മാർക്കിംഗ് കൊടുക്കുന്നു. ഉണ്ടോ, ഇതുപോലെ മാർക്ക് കൊടുക്കുന്നു. ഇനി നമുക്കൊന്ന് റഗാളിൻ്റെ കൈക്കുഴി ഒന്ന് കട്ട് ചെയ്തെടുക്കണം. അതിനു വേണ്ടി നമ്മളിവിടെ ഉണ്ടോ, നമ്മുടെ ഈ ഒരു ബാക്ക് പീസിനെ നമ്മൾ ഇവിടെ നിന്ന് മാറ്റി വെക്കുന്നു. നമ്മുടെ ഫ്രണ്ട് പീസാണിത്. ഈ ഒരു ഫ്രണ്ട് പീസ് മുകളിൽ നിന്ന് ഒരു 1.25 ഇഞ്ച് മാർക്ക് ചെയ്യുന്നു. എന്നിട്ട് ഇവിടെ നിന്ന് നമ്മൾ ഇതുപോലെ ഇങ്ങനെ മാർക്ക് ചെയ്തുകൊണ്ട് ഒരു 1/2 ഇഞ്ച് കണ്ടോ, ഈ ഒരു ഭാഗത്ത് ഒരു 1/2 ഇഞ്ച് വരുന്ന രീതിയിൽ ഒരു പീസ് നമ്മൾ കട്ട് ചെയ്ത് മാറ്റുന്നു. കണ്ടോ, ഇവിടെ നിന്ന് ഒരു 1.25 ഇഞ്ച് ഇറക്കിയാണ് നമ്മൾ മാർക്കിംഗ് തുടങ്ങുന്നത്. അവിടെ നിന്ന് ഇതുപോലെ ഈ ഒരു ഫ്രണ്ട് ഭാഗത്ത് നിന്ന്, ഇത് നമ്മുടെ ഫ്രണ്ട് പീസാണ്, ഫ്രണ്ട് പീസിൽ നിന്നാണ് നമ്മൾ ഇതുപോലെ കൈക്കുഴി കുറച്ച് കട്ട് ചെയ്യുന്നത്, കുഴിച്ചുകൊണ്ട് കട്ട് ചെയ്യുന്നത്. ഇനി നമുക്ക് സ്ലീവാണ് കട്ട് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മുടെ രണ്ട് സ്ലീവിനെയും കണ്ടോ, നമുക്കിത് സ്ലീവിനെ കട്ട് ചെയ്യാൻ വേണ്ടി നേരെ പകുതി മടക്കിയെടുത്ത് കട്ട് ചെയ്യാൻ പറ്റില്ല. രണ്ട് സ്ലീവിനും ഡിസൈനുകൾ മാറിപ്പോകും. ഒരു ഡിസൈൻ മുകളിലോട്ടും ഒരു ഭാഗം താഴോട്ടും ആയിപ്പോകും. അതുകൊണ്ട് തന്നെ നമ്മൾ രണ്ട് സ്ലീവിനും വേണ്ടി ഇതുപോലെ ഇവിടെ നിന്ന് തുണി കറക്റ്റ് കട്ട് ചെയ്തെടുത്ത് ഇതുപോലെ വെക്കുന്നു. കണ്ടോ, നിങ്ങൾക്ക് ഓരോ സ്ലീവായിട്ടും കട്ട് ചെയ്യാം. എന്നാൽ ഇതുപോലെ കട്ട് ചെയ്യുമ്പോൾ നമുക്ക് രണ്ട് സ്ലീവും ഒറ്റ കട്ടിങ്ങിൽ ചെയ്യാൻ കഴിയും, സമയം ലാഭിക്കാം നമുക്ക്. ഇനി നമ്മൾ ഇതുപോലെ കറക്റ്റ് ഡിസൈനൊക്കെ കറക്റ്റ് വെച്ചുകൊണ്ട് നമുക്ക് ആവശ്യമുള്ള രീതിയിൽ ഇതുപോലെ മടക്കിയെടുക്കുക. ഇനി നമ്മൾ താവിൽ നേരെ ഒരു ലൈൻ കൊടുക്കുന്നു. ഇവിടെ നമ്മളിത് കട്ട് ചെയ്യുന്നു. ഇനി നമ്മൾ ഒരു 1/2 ഇഞ്ച് വീതിയിൽ ഇവിടെ ഒരു മാർക്കിംഗ് കൊടുക്കുകയാണ്. ഈ ഒരു 1/2 ഇഞ്ച് നമ്മുടെ കൈയുടെ താവ് നമ്മുടെ ലൈനിങ് പീസ് ജോയിൻറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള തുന്നത്തുണിക്ക് വേണ്ടിയാണ്. ഇവിടെ 1/2 ഇഞ്ച് മാർക്ക് ചെയ്യും. ഇനി നമ്മുടെ കൈയുടെ ലെങ്ത്ത് നമുക്ക് 15 ഇഞ്ചാണ് കിട്ടിയിരുന്നത്. അപ്പോൾ നമ്മൾ അതിൻ്റെ കൂടെ ഒരു 1/2 ഇഞ്ച് കൂട്ടി 15.5 ഇഞ്ചിൽ നമ്മൾ മാർക്ക് ചെയ്യുന്നു. ഈ ഒരു മുകളിൽ പറ്റുന്ന ആ ഒരു 1/2 ഇഞ്ച് വിട്ടതിന് ശേഷമുള്ള ആ ഒരു മാർക്കിൽ നിന്നാണ് 15.5 മാർക്ക് ചെയ്യുന്നത്. ഈ ഒരു 1/2 ഇഞ്ച് നമ്മുടെ ഷോൾഡർ ഭാഗത്ത് വരുന്ന തുന്നത്തുണിക്ക് വേണ്ടിയാണ്. ഇനി നമ്മുടെ ചെസ്റ്റ് അളവ് അനുസരിച്ച് നമ്മുടെ റഗാൾ മാർക്ക് ചെയ്യാണ്. നമ്മുടെ ചെസ്റ്റ് അളവ് 37 ഇഞ്ചാണ് വരിക. അപ്പോൾ അതിൽ നിന്ന് നമ്മൾ 3 ഇഞ്ച് കുറക്കുന്നു. നമുക്ക് 34 ഇഞ്ച് കിട്ടും. 34ൻ്റെ 4 8.5 ഇഞ്ച്. ഈ 8.5യുടെ കൂടെ ഒരു 1/4 ഇഞ്ച് കൂടി കൂട്ടി 8.25 നമുക്ക് മാർക്ക് ചെയ്യേണ്ടത്. നമ്മൾ പറഞ്ഞിട്ടുണ്ട് നമ്മുടെ ബോഡി അളവിൽ നിന്ന് നമ്മളത് ചെസ്റ്റ് അളവ് കണ്ടെത്തുകയാണ്. ആ ഒരു ചെസ്റ്റ് അളവിൽ നിന്നാണ് നമ്മൾ ഇതുപോലെ കട്ട് ചെയ്ത് കറക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് 20 ടോട്ടൽ നമുക്ക് വരെ 41 ഇഞ്ചാണ്. അതിൽ നിന്ന് 4 ഇഞ്ച് കുറച്ചാൽ നമുക്ക് 37 ഇഞ്ച് കിട്ടും. ആ ഒരു 37 രീതിയിലാണ് നമ്മുടെ ചെസ്റ്റ് അളവ് കണ്ടെത്തിയത്. അപ്പോൾ നമുക്ക് ഇവിടെ നമുക്ക് 8.25 നമുക്ക് മാർക്ക് ചെയ്യുന്നു. എന്നിട്ട് നമ്മൾ ഇതുപോലെ വരയുന്നു. ഇനി നമ്മൾ കൈയുടെ ഷേപ്പ് ചെയ്യാൻ വേണ്ടി ഇവിടെ നിന്നൊരു 3.5 ഇഞ്ചിൽ നമ്മളൊരു മാർക്കിംഗ് കൊടുക്കുന്നു. ടേപ്പിൽ ഇതുപോലെ ക്രോസിൽ പിടിച്ചുകൊണ്ട് ഇവിടെ നമ്മളൊരു 3.5 ഇഞ്ച് മാർക്ക് ചെയ്തതിന് ശേഷം ഈ ഒരു മാർക്കിൽ ടച്ച് ചെയ്തുകൊണ്ട് ഇതുപോലെ വരയുന്നു. കണ്ടോ, ഇതുപോലെ ഇങ്ങനെ ഇതുപോലെ വരഞ്ഞെടുക്കുന്നു. ഇനി നമ്മുടെ കൈയുടെ താവിലുള്ള ലൂസ് നമുക്ക് 10.5 ഇഞ്ചാണ് കിട്ടിയിരുന്നത്. അപ്പോൾ നേർപകുതി 5.25 ഇഞ്ചിൽ നമ്മളൊരു മാർക്ക് കൊടുക്കുക. 10.5യുടെ നേർപകുതി 5.25 ഇഞ്ച് ഒരു മാർക്ക് എടുക്കുന്നു. ഒരു 1.25 ഇഞ്ച് എക്സ്ട്രാ തുന്നത്തുണി കൂടി ഇവിടെ മാർക്ക് ചെയ്യുന്നു. 5.25 പ്ലസ് ഒരു 1.25. ഇനി നമ്മൾ ഇവിടെ നമ്മുടെ ഈ ഒരു ഭാഗത്ത് നിന്ന് നമ്മൾ ഇവിടെ ഒരു 1.25 മാർക്ക് ചെയ്ത് കൊടുക്കുന്നു. എന്നിട്ട് നമ്മൾ ഇവിടെ നിന്ന് ഇതുപോലെ ഷേപ്പ് ചെയ്തുകൊണ്ട് ഇതുപോലെ വരയുന്നു. കണ്ടോ, ഇതുപോലെ ഷേപ്പ് ചെയ്തുകൊണ്ട് വരയുന്നു. കണ്ടോ, ഇതുപോലെ വരഞ്ഞെടുക്കുന്നു. ഇനി നമ്മൾ ഇവിടെ നമ്മുടെ ഈ ഒരു റൗണ്ട് കണ്ടോ, ഈ ഒരു അളവ് നമ്മൾ ചെസ്റ്റ് അളവ് കണ്ടെത്തി അതിൽ നിന്ന് മാർക്ക് ചെയ്ത് എടുത്തിട്ടുള്ളതാണ് ഈ ഒരു അളവ്. അപ്പോൾ നമുക്കതൊന്ന് ചെക്ക് ചെയ്യാം. അതിനുവേണ്ടി നമ്മൾ എടുക്കേണ്ടത് ബാക്ക് പീസാണ് കേട്ടോ, ഫ്രണ്ട് പീസ് എടുക്കാൻ പാടില്ല. ഇവിടെ നമ്മൾ 1/2 ഇഞ്ച് ഇറക്കി മാർക്ക് ചെയ്യുന്നത് നമ്മുടെ ഷോൾഡർ ഭാഗത്ത് നിന്ന് തുന്നത്തുണിക്ക് വേണ്ടിയാണ്. ആ ഒരു തുന്നത്തുണിയെ നമ്മൾ ഇതുപോലെ മുകളിലേക്ക് കയറ്റി വെച്ചുകൊണ്ട് ഇതുപോലെ മുകളിലേക്ക് കയറ്റി വെക്കുന്നു. എന്നിട്ട് നമ്മുടെ ഈ ഒരു കൈയുടെ അളവ് വരഞ്ഞിട്ടുള്ള ആ ഒരു മാർക്കിൽ കൂടി നമ്മുടെ റഗാളിനെ കറക്റ്റ് പിടിച്ചു കൊണ്ടുവന്നാൽ കണ്ടോ, നമ്മുടെ ആ ഒരു മാർക്കിങ്ങിൽ കറക്റ്റായിട്ട് കിട്ടുന്നത് കണ്ടോ, ഇതുപോലെ കിട്ടും. ഇനി നമ്മൾ ഇവിടെ ഇതുപോലെ ഈ ഒരു എക്സ്ട്രാ തുണിയെ ഈ ഒരു ഉള്ളിലേക്ക് തള്ളി നിൽക്കുന്ന ഈ ഒരു തുണിയെ അതുപോലെ മാർക്ക് ചെയ്യുന്നു. എന്നിട്ട് നമ്മൾ ആ ഒരു പീസ് കൂടി കട്ട് ചെയ്ത് മാറ്റാവുന്നതാണ്. നമ്മൾ ഇതുപോലെ സ്ലീവിനെ ആദ്യം നമ്മുടെ ആ ഒരു മാർക്കിൽ കൂടി തന്നെ കറക്റ്റ് കട്ട് ചെയ്തെടുക്കുന്നു. കണ്ടോ, ഇതുപോലെ കട്ട് ചെയ്യുന്നു. ഇനി നമ്മൾ ഇവിടെ നിന്ന് ആ ഒരു പീസ് കട്ട് ചെയ്ത് മാറ്റുന്നു. ഇനി നമ്മൾ ഇവിടെയും അതുപോലെ തന്നെ ഇവിടെയും നമ്മളൊരു മാർക്കിംഗ് കൊടുക്കുക.
ഇനി നമ്മുടെ സ്ലീവിനെ നല്ലവണ്ണം ഇതുപോലെ നിവർത്തി വെക്കുന്നു. എന്നിട്ട് നമ്മൾ ഈ ഒരു ഭാഗത്തു നിന്ന് ഈ ഒരു സെൻറ്റർ ഭാഗത്ത് ഒരു 1.25 മാർക്ക് ചെയ്യുന്നു. ഈ ഒരു മാർക്കിൽ നിന്ന് ഒരു 1.25 കൂടി മാർക്ക് ചെയ്തതിന് ശേഷം ഇതുപോലെ കണ്ടോ ഇതുപോലെ മാർക്ക് ചെയ്തുകൊണ്ട് നമ്മുടെ ഫ്രണ്ട് പീസിൽ നിന്ന് നമ്മളൊരു പീസ് ഇതിവിടെ കട്ട് ചെയ്ത് മാറ്റുകയാണ്. ഈ ഒരു 1.25 ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുള്ള ഈ ഒരു മാർക്ക് വരെ മാത്രമേ കട്ട് ചെയ്യുന്നുള്ളൂ. അത് ശ്രദ്ധിക്കണം. കണ്ടോ ഇവിടെ വരെ അതും നമ്മുടെ ഫ്രണ്ട് പീസിൽ നിന്നാണ് നമ്മൾ കുഴിച്ച് കട്ട് ചെയ്യുന്നത്, ഫ്രണ്ട് ഭാഗത്ത് നിന്ന്. ഇനി നമ്മുടെ ബാക്ക് ഭാഗത്ത് നിന്ന് നമ്മൾക്കൊന്ന് അല്പം ഒന്ന് ഷേപ്പ് കിട്ടുവാൻ വേണ്ടി മാത്രം നമ്മൾ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നു കേട്ടോ. അപ്പോൾ നമ്മുടെ സ്ലീവ് കട്ടിങ്ങും കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പുതിയൊരു ടൈലറിംഗ് വീഡിയോയുമായി വീണ്ടും കാണാം.